Hey buddies, welcome to my first long video. അപ്പോൾ ഇതാണ് എൻ്റെ സ്കെച്ച് ബുക്ക്. ഒരാൾ പറഞ്ഞിരുന്നു സ്കെച്ച് ബുക്ക് ടൂർ നടത്തുമെന്ന്. സോ ഞാൻ വിചാരിച്ചിരുന്നു സ്കെച്ച് ബുക്ക് ടൂർ ആയിട്ട് തന്നെ ഫസ്റ്റ് ലോങ് വീഡിയോ ഇടാം. സ്കെച്ച് ബുക്ക് ടൂർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതെൻ്റെ ഫസ്റ്റ് സ്കെച്ച് ബുക്ക് അല്ല, ഇതിൻ്റെ മുന്നേ എനിക്ക് വേറെ ഉണ്ട്. ബട്ട് ഇതാണ് ഞാൻ വൃത്തിക്ക് വരച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വരച്ചത് മാതരേനെയാണ്. മാതരയ്ക്ക് ശേഷം ഞാൻ പെയ്ഡിനെ ഹിനാട്ടേനെയാണ് വരച്ചത്. അത് നിങ്ങൾക്ക് ഹിനാട്ടയായിട്ട് തോന്നില്ല, അതൊരു ജനറേറ്റഡ് ഹിനാട്ട ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ തോന്നാത്തത്. ഞാൻ ഫസ്റ്റ് വരച്ചു തുടങ്ങിയപ്പോൾ രണ്ട് സൈഡും വരയ്ക്കായിരുന്നു. രണ്ട് സൈഡും വരയ്ക്കുമ്പോൾ ഒരു പേജിൻ്റെ അപ്പുറത്ത് പതിയുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ ഒരു സൈഡ് വരയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, ഗോജോ ആൻഡ് നെസൂക്കോ ആണ്. നെസൂക്കോനെ ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല എൻ്റെ പുതിയ സ്കെച്ച് ബുക്കിൽ. അതൊക്കെ ഇനി വരയ്ക്കണം. കുറേ ആൾക്കാർ നെസൂക്കോനെ വരയ്ക്കാൻ പറയുന്നുണ്ട്. ആൻഡ് ഇത് മിത്സൂരി ആൻഡ് ഇറ്റാച്ചി. ഇതാണ് ഈ സ്കെച്ച് ബുക്കിൽ ഏറ്റവും വേസ്റ്റ് ഡ്രോയിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഇത് ഒബനായി ആൻഡ് യു തോമിയോക്ക ഗൈസ്. ഡിമൺ സ്ലെയർ കണ്ട എല്ലാവർക്കും അറിയണ്ടാവും ഗൈസ്. അതിനുശേഷം ഞാൻ ഷിനോബുനെയാണ് വരച്ചത്. എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാ ഹാഷിറിനെ ഒരുമിച്ച് വരച്ചിട്ടുള്ള ടൈമായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇത് തോക്കിത്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല. ഇനി വരാൻ പോന്നെ ഈ ഹാഷിറയുടെ പേരും എനിക്ക് അറിയില്ല. ഇത് മെയിൻ ഹാഷിറയാന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് പേര് എന്നോട് മറന്നു ഗൈസ്. ആൻഡ് ഇത് ഷിനോ ഷോഗോവ. പേര് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതായിരിക്കും. ആൻഡ് അതിന് ശേഷം വരച്ചത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെങ്കോക്കു. എൻ്റെ ഫേവറേറ്റ് ഹാഷിറ റെങ്കോക്കു ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. അതിനുശേഷം ഞാൻ അക്കാച്ചുക്കി മെമ്പേഴ്സിനെ വരച്ചു തുടങ്ങി. ആൻഡ് ദ റെഡ്സ് ആൻഡ് പപ്പറ്റ് മാസ്റ്റർ സസോരി ആണ് ഗൈസ്. ഞാൻ ഒരു ചാലഞ്ച് ഇട്ടിരുന്നു, അതിൽ സസോരി ആണ് വരച്ചത്. ഇത് കൊനാനാണ്. ഇതും ഒരു ജനറേറ്റഡ് പിക്ചറാണ്, അതുകൊണ്ടാണ് കൊനാന്റെ മാതിരി തോന്നാത്തത്. അതിനുശേഷം നമ്മൾ ഇറ്റാച്ചിയുടെ പാർട്ട്ണർ ആയിട്ടുള്ള കിസാമേനെയാണ് ഞാൻ വരച്ചത്. കിസാമയ്ക്ക് ശേഷം ഞാൻ വരച്ചത് ദെയ്താരേനാണ്. ദെയ്താര പിന്നെ വലിയ പവറൊന്നും ഇല്ലെങ്കിലും അടിപൊളി ക്യാരക്ടറാണ്. വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വില്ലനാണ്. ആൻഡ് ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടർ ഓഫ് നറൂട്ടോ, ഇറ്റാച്ചി ഉച്ചിഹ. അധികം ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും. ആദ്യം ഒരു വില്ലനെ പോലെ തോന്നിയെങ്കിലും പിന്നെ ഹീറോ ആണെന്ന് മനസ്സിലായ ഒരു ക്യാരക്ടറാണ് നമ്മളെ ഇറ്റാച്ചി ഉച്ചിഹ. ഞാൻ എന്തൊക്കെ വേർഡ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റാച്ചിന്റെ എന്തൊക്കെ കോട്ടാണെന്ന് തോന്നുക. അതിനുശേഷം കാക്കുസൂനെയാണ് വരച്ചത്. കാക്കുസൂനെ എനിക്ക് വലിയ താല്പര്യമില്ല. കാക്കുസൂൻ വലിയ പവർ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം നമ്മുടെ നാഗാത്തോ, പെയിനിന്റെ ഹെഡ് ആയിട്ടുള്ള നാഗാത്തോ. അതിനുശേഷം ഓബിത്തോനെ വരച്ചിട്ടുണ്ട്. ഓബിത്തോ അല്ല, തോബി. എനിവേ രണ്ടാളും ഒന്ന് തന്നെയാണ്. തോബിക്ക് ശേഷം ഞാൻ വരച്ചത് ഹിതാനയാണ്. ഹിതാന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ക്യാരക്ടറാണ്. അടിപൊളി വില്ലനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലുക്കും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഹിതാന ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ലോർഡ് ഒറോച്ചിമാറു ഗൈസ്. ഒറോച്ചിമാറു എനിക്ക് ഇഷ്ടമുള്ള ഒരു വില്ലനാണ്. കുഴപ്പമില്ല, ഫസ്റ്റ് കുറച്ച് വെറുപ്പിക്കലായിരുന്നെങ്കിലും. ആൻഡ് ഇറ്റ്സ് സെനിറ്റ്സു ഗൈസ്. സെനിറ്റ്സുവിനെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണ്. വെരി ബാഡ് ക്യാരക്ടർ. ഐ ഡോണ്ട് ലൈക്ക് ഹിം. അതിനുശേഷം ദ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ, എല്ലാവരെയും പേടി സ്വപ്നമായിട്ടുള്ള മാദ്ര ഉച്ചിഹ ഗൈസ്. മാദ്രനെ പറ്റി പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ക്ലാസിക് വില്ലൻ ഗൈസ്. നറൂത്തോണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അസാധ്യ വില്ലൻ തന്നെയാണ്. അതിനുശേഷം ദ ലവ് സ്റ്റോറി, ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറി എന്നൊക്കെ വേണം പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഇറ്റാച്ചി ആൻഡ് ഇസൂമി. അതിനുശേഷം ഞാൻ ഹൊക്കാഗേസിനെയാണ് വരച്ചത്. ദ ഗോഡ് ഓഫ് ഷിനോബി എന്നൊക്കെ പറയാം. ഹാഷിറാമ സെഞ്ചു, മാദ്രയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഹാഷിറാമ സെഞ്ചു ഗൈസ്. അതിനുശേഷം വരച്ചത് ഉച്ചിഹാസിനെ കണ്ണിന് നേരെ കണ്ടിടാത്ത ലോർഡ് സെക്കൻഡ് തോബി റാമ. അതിനുശേഷം ഞാൻ വരയ്ക്കാൻ നോക്കിയത് തേർഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹിറൂസനെയാണ്. പക്ഷെ നല്ല റെഫറൻസ് ഒന്നും കിട്ടിയില്ല. ആൻഡ് ഹിറൂസനോട് എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. അതിനുശേഷം മിനാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതും എൻ്റെ സ്കെച്ച് ബുക്കിലൊരു വേസ്റ്റ് ഡ്രോയിങ് ആണ്. എനിക്ക് അത്ര ഇഷ്ടമായില്ല, എന്താ അറിയില്ല. ഞാൻ ഒരു മൂഡില്ലാത്ത സമയത്ത് വരച്ചോണ്ടാവും തോന്നുന്നു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഡ്രോയിങ് ആണ് ഈ മിനാട്ടോടെ. അതിനുശേഷം കക്കാഷിയുടെ ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഹെഡ് ബാൻഡ് ഒന്നും ഇല്ലാത്തൊരു കക്കാഷിയുടെ ഡ്രോയിങ്. അതിനുശേഷം ഞാൻ സുനാഡേനെയാണ് വരച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിൽ 2 പേപ്പർ ആരൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ മൈക്കിയാണ്, ടോക്കിയോ റേഞ്ചേഴ്സ് ഉണ്ട്. മൈക്കിനെ വരയ്ക്കാൻ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വരയ്ക്കുന്നതായിരിക്കും എൻ്റെ ഷോർട്ട് വീഡിയോയിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അടുത്ത പേപ്പറിലുള്ളത് ഐ തിങ്ക് ഹിനാട്ട. യെസ്, ഹിനാട്ടയുടെ കണ്ണാണത്. ഹിനാട്ടയുടെ ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഇത് സുനാഡയാണ്, നമ്മുടെ ഹാഷിറാമയുടെ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടുള്ള സുനാഡെ. അതിനുശേഷം ദ 5th ഹൊക്കാഗെ നറൂത്തോ, നറൂത്തോ ഉസുമാക്കി ഹൊക്കാഗെ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് വരച്ചത്. അതിനുശേഷം ഞാൻ ഡീമൺസിന്റെ ഒരു സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലേ ഇല്ല. ഞാൻ വെറുതെ എൻ്റെ ഒരു ഇനി വരയ്ക്കുന്നതാണ്. അങ്ങനെ 2 ഡീമൺസിനെ ഫസ്റ്റ് തന്നെ വരച്ച്. ഇവരുടെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ ഡീമണിന്റെ പേരും എന്താ അറിയില്ല. ഒരു ചട്ടീൻ്റെ അകത്തുനിന്ന് പൊന്തി വരുന്ന ഒരു ഡീമണാണ്, 4-3 കണ്ണൊക്കെ ഉള്ളത്. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഓൾസോ ഈ ഡീമണിന്റെ പേര് എനിക്ക് അറിയില്ല. ഒരു ചെണ്ടയോ കൊട്ടുന്ന ഡീമൺ, നമ്മൾ ആ മിത്സൂരി ഫൈറ്റ് ചെയ്തൊരു ഡീമണാണിത്. ആൻഡ് അടുത്തത് ദ മെയിൻ ഡീമൺ അക്കാസ. അക്കാസേന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. വില്ലനാണെന്ന് വിചാരിക്കെങ്കിലും പിന്നെ ഒരു നല്ല ക്യാരക്ടറാണെന്ന് മനസ്സിലാവും. ആൻഡ് ഇത് ഡോമയുടെ ഒരു അത്ര വൃത്തിയില്ല ഈ പിക്ചർ ഞാൻ വരച്ചത്. ആൻഡ് ഇത് കൊക്കുഷിബോയുടെ ഫേസ് ഒരു സൈഡ് ഔട്ട് ആക്കിയാണ് ഞാൻ വരച്ചത്. എന്താണെന്ന് അറിയില്ല, ഞാൻ മര്യാദയ്ക്ക് സെൻറ്റർ ഒന്നും നോക്കാതെ വരച്ചിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ലോർഡ് മുസാൻ ഗൈസ്.
ദ കിങ് ഓഫ് ഓൾ ഡീമൺ, എല്ലാവരെയും ഡീമൺ ആക്കുന്ന ഈ പുള്ളിയാണ്. പുള്ളിയുടെ കണ്ണ് വരച്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ റെഡിങ് ഒക്കെ കൊടുത്ത് വരച്ചാണ്. ആൻഡ് ദിസ് ഈസ് വെയിറ്റ് ഗൈസ്, ഇപ്പൊ തന്നെ ഏകദേശം 5 മിനിറ്റ് ആവാനായി. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ പാർട്ട് 2 ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. എന്തായാലും ഞാൻ ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഇടുന്നതായിരിക്കും. ഈ സ്കെച്ച് ബുക്കിന്റെ ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും സ്കെച്ച് ബുക്സ് ഉണ്ട്, അപ്പൊ അതിന്റെ ടൂർ വേണമെങ്കിൽ എല്ലാവരും പാർട്ട് 2 ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ അതിന്റെ സ്കെച്ച് ബുക്ക് ടൂർസും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആണെന്നായിരിക്കും. ബൈ.